ജേക്കബ്, ഒരു കാര്യം അറിയാവോ? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വാദിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നൊരു പ്രധാനപ്പെട്ട ഒരു വാദം യേശു ക്രിസ്തുവിന് ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആഹാ, അത് കൊള്ളാമല്ലോ. നമസ്കാരം, സാഫ്റ്റ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രപരത, യേശു ഒരു ചരിത്ര പുരുഷനാണോ എന്ന് നമ്മൾ വളരെ ആഴത്തിൽ, എന്നാൽ അത്രയധികം ആഴത്തിൽ പോകാത്ത രീതിയിലും നമ്മളതിനെ വിശകലനം ചെയ്തു. ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്ന, നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തിയ ഒരു പ്രസക്ത ചോദ്യമാണ്. യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണെങ്കിലും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ യാതൊരു പ്രസക്തിയുമില്ല. കാരണം പൗലോസ് തന്നെ പറയുന്നുണ്ട്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ അയ്യോ നമുക്ക് കഷ്ടം, നമ്മുടെ വിശ്വാസം വ്യർത്ഥമത്രേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ, ബെഡ് റോക്ക് എന്ന് പറഞ്ഞ് പലരും നോക്കിക്കാണുന്നത് ക്രിസ്തുവിൻ്റെ ചരിത്രത്തിലെ ഉയർത്തെഴുന്നേൽപ്പ്. അതായത് ജഡത്തിൽ വന്ന മനുഷ്യനായ ദൈവവുമായ ക്രിസ്തു ശരീരത്തിൽ തന്നെ ക്രൂശിക്കപ്പെട്ട് താൻ മരണമടഞ്ഞ അതേ ശരീരത്തിൽ തന്നെ ഉയർത്തെഴുന്നേറ്റു എന്ന ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതലായ വിശ്വാസം, ചരിത്രപരമായ വിശ്വാസം എന്ന് ക്രിസ്ത്യാനികൾ മുറുകെ പിടിക്കുന്നത്. അത് ശരിക്കും അങ്ങനെ തന്നെയോ? നമ്മൾ ചരിത്രവസ്തു നോക്കിക്കാണുമ്പോൾ എന്താണ് കാണുന്നത് എന്നൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ പോകുന്നത്. ജേക്കബ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. കാരണം ചരിത്രത്തിൽ ജീവിച്ചിരുന്നു ആ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ നടത്തിയ അവകാശവാദങ്ങൾ, തൻ്റെ ദൗത്യത്തെക്കുറിച്ച് നടത്തിയ അവകാശവാദങ്ങൾ, രണ്ടും പ്രധാനപ്പെട്ടതാണല്ലോ. ഇത് രണ്ടും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരശിലകളാണ്. എന്നാൽ ഇത് രണ്ടും സത്യമാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്ന ദൈവത്തിൻ്റെ ഒരു അറ്റസ്റ്റേഷൻ, ഒരു ഡിവൈൻ അറ്റസ്റ്റേഷനാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരശിലയാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഈ വസ്തുതയ്ക്ക്, ഈ സംഭവത്തിന് എന്ത് ചരിത്രപരമായ തെളിവാണുള്ളത്? അതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. സോ ആദ്യത്തെ വളരെ സ്വാഭാവികമായൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ക്രിസ്ത്യാനികൾ അവകാശപ്പെട്ടോ? യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് ആദിമ ക്രിസ്ത്യാനികൾ അവകാശപ്പെട്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതെ, അപ്പം അവരങ്ങനെ അവകാശപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം സുവിശേഷങ്ങൾ, പൗലോസ്, പിന്നെ ആദിമ സഭ തന്നെ അവരുടെ കൃതികളിലൊക്കെ രേഖപ്പെടുന്നുണ്ട്. അതായത് ക്രിസ്ത്യാനികൾ വിശ്വസിച്ചത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെയാണ്. അതാണ് അവരുടെ വിശ്വാസം, അതാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പം നമ്മൾ മുന്നിൽ വരുന്ന ചോദ്യം, അങ്ങനെയെങ്കിൽ ഇത് ചരിത്രപരമാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരങ്ങനെ അവകാശം മുന്നോട്ട് വെച്ചു എന്നൊരു അനാലിസിസിലാണ്, അല്ലെങ്കിൽ ആ അനാലിസിസിൻ്റെ എൻഡിങ്ങിലാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊരു പോയിന്റിലെത്തി നിൽക്കുന്നത്. അപ്പം ഇപ്പോൾ കേൾക്കുന്ന നമ്മുടെ ചില നിരീശ്വരവാദി സുഹൃത്തുക്കൾ ചിന്തിക്കും, എന്തുകൊണ്ട് അവരങ്ങനെ വിശ്വസിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരങ്ങനെ സമർത്ഥിച്ചു പറഞ്ഞു എന്നതിന് നമുക്ക് വില കൊടുക്കണം എന്നുള്ളത്. അതിന് ഞാൻ ഗേർഡ് ലൂഡമൻ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ നമ്മൾ ഉദ്ധരിച്ച ജീസസ് സെമിനാർ, തികച്ചും അക്രൈസ്തവരായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസനെ വളരെ ക്രിട്ടിക്കലായിട്ട് വിലയിരുത്തുന്ന ജീസസ് സെമിനാറിലെ പ്രമുഖനായ ഗേർഡ് ലൂഡമൻ പറയുന്നത്, നിങ്ങൾക്കിതൊരു ചരിത്ര വസ്തുതയായിട്ട് എടുക്കാം. എന്ത്? പത്രോസും ശിഷ്യന്മാർക്കൊക്കെ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം താൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത്. അതായത് ഗേർഡ് ലൂഡമൻ പറഞ്ഞത്, ശിഷ്യന്മാർ യേശുവിനെ കണ്ടു എന്ന് പറയുന്നത് ശരിക്കും അവർ കണ്ടതുകൊണ്ടാണ്. പക്ഷേ എന്താണ് ആ കണ്ടത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അവർ കണ്ടത് എന്നതിലാണ് ഗേർഡ് ലൂഡമനും ഒരു ക്രിസ്ത്യാനിയും തമ്മിലുള്ള എതിരഭിപ്രായം. കാരണം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്ന് ഗേർഡ് ലൂഡമനെ സംബന്ധിച്ചാൽ അതേ ഒരു ക്രിസ്ത്യാനിയാണല്ലോ, അത് ഒരു അക്രൈസ്തവനല്ല. പക്ഷേ എല്ലാവരും സമർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഈ വിഷയത്തെ ആധികാരികമായി നോക്കി കാണുന്ന ചരിത്രകാരന്മാരൊക്കെ ഉറപ്പായിട്ട് പറയുന്ന കാര്യമുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാർ, ആദിമസഭ പറഞ്ഞു പഠിപ്പിച്ചു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ ചോദ്യം, ഓക്കെ, അങ്ങനെ അവർ പറഞ്ഞു, ശരി, പക്ഷേ എന്തുകൊണ്ട് അവർ പറഞ്ഞു? അപ്പം നമ്മുടെ മുൻപിൽ 3 ഓപ്ഷൻസ് ആണ് അപ്പോൾ കാണുന്നത്. അതെ, ലോജിക്കലി 3 സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ അവർ തെറ്റിദ്ധരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അവർ നുണ പറഞ്ഞതായിരിക്കാം, അതല്ലെങ്കിൽ ഇത് സത്യമായിരിക്കും. ഈ യുക്തിപരമായി ചിന്തിച്ചാൽ ഈ 3 സാധ്യതകളേ ഉള്ളൂ. അപ്പം സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നു യേശു ഉയർത്തെഴുന്നേറ്റുവെന്നും ആദിമ അപ്പോസ്തലന്മാരുടെ പ്രസംഗം, സന്ദേശം എന്തായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവർത്തികൾ കാണുന്ന പ്രസംഗങ്ങളുടെ ആ ഭാഗങ്ങൾ അത് ചരിത്രപരമായ ഉള്ളടക്കമുള്ളതാണെന്ന് ചരിത്രകാരന്മാർ മനസ്സിലാക്കുന്നു. അവർ പ്രസംഗിച്ചത് യേശു ഉയർത്തെഴുന്നേറ്റുവെന്നാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ കത്തിൽ വളരെ കൃത്യമായി പറയുന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അവർ അവകാശപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്ന് അവർ പറഞ്ഞു എന്നതിലും യാതൊരു തർക്കവുമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, നമ്മൾ എന്താണ് ഇതിനെക്കുറിച്ച് വിശ്വസിക്കേണ്ടത്?
യുക്തിപരമായ 3 സാധ്യതകൾ ഒരിക്കൽ കൂടി പറഞ്ഞാൽ, ഒന്നുകിൽ അവർ തെറ്റിദ്ധരിച്ചാണ്, അവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, അങ്ങനെ എന്ത് വേണമെങ്കിലും തെറ്റിദ്ധരിച്ചതാകാം. അതല്ലെങ്കിൽ അവർ നുണ പറഞ്ഞതാകാം. അതായത് അവർക്ക് അറിയാമായിരുന്നു യേശു ക്രിസ്തു ഉയർത്തില്ല എന്ന്, അതെ, പക്ഷെ അവര് നുണ പറഞ്ഞു. അതല്ലെങ്കിൽ അവർ പറഞ്ഞ ഈ വസ്തുത, അവർ സാക്ഷ്യപ്പെടുത്തിയ ഈ കാര്യം ചരിത്രപരമായി സംഭവിച്ച വസ്തുതയാണ്. ഇതാണ് 3 സാധ്യതകൾ. അതായത് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, അവർ തെറ്റിദ്ധരിച്ചതാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. സോ എവിടം തൊട്ടാണ് തെറ്റിദ്ധാരണയുടെ സാധ്യതകൾ നമ്മൾ കാണേണ്ടത്? തുടക്കം എവിടെ നിന്നാണ്? ഈ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം എന്നത് വിവരിക്കാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്ന ഒരു തിയറി, പല സിദ്ധാന്തങ്ങളാണ് ഈ ചരിത്ര വസ്തുതകളെ വിവരിക്കാൻ വേണ്ടി, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു തിയറി എന്നുള്ളത് സ്വൂൺ തിയറി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ തിയറി ഇത്രയേ ഉള്ളൂ: യേശുക്രിസ്തു ശരിക്കും യഥാർത്ഥത്തിൽ ക്രൂശിൽ മരിച്ചില്ല. അതായത് താൻ ഒരു കോമറ്റോസ് അവസ്ഥയോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആവുകയോ അങ്ങനത്തെ എന്തോ രീതിയിൽ മരിച്ചു എന്ന് തോന്നുന്നൊരു ഒരു അവസ്ഥയിലേക്ക് പോയി. എന്നാൽ താൻ ശരിക്കും യഥാർത്ഥത്തിൽ മരിച്ചില്ല എന്നൊരു ചിന്തയാണ് അല്ലെങ്കിൽ ഒരു തിയറിയാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശിഷ്യന്മാരെ കണ്ടപ്പോൾ അവർ ചിന്തിച്ചു, ക്രിസ്തു മരിച്ചു എന്നവർ തെറ്റിദ്ധരിക്കപ്പെട്ടു, കാരണം ശരിക്കും മരിച്ചില്ല. പക്ഷേ ഈ ജീവൻ ആർജിച്ച് വന്ന അല്ലെങ്കിൽ തിരിച്ച് ആരോഗ്യത്തിലേക്ക് വന്ന ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവർ ചിന്തിച്ചത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നാണ്. ഇതാണ് സൂൺ തിയറി. അപ്പോൾ നമുക്ക് ഇതിനെ അത് വിശകലനം ചെയ്തിട്ട് നോക്കാം, ഇത് വസ്തുതകളോട് ഒപ്പം നിൽക്കുന്നതാണോ എന്നുള്ളത്. അതെ, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹ കുറ്റം എന്ന് തന്നെ പറയാവുന്ന ഒരു കുറ്റകൃത്യത്തിനാണ്. എന്ന് പറഞ്ഞാൽ അക്കാലത്തിലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിക്കെതിരായ കുറ്റകൃത്യത്തിനാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നത്. അതാണ് റോമൻ സർക്കാർ പറഞ്ഞ കുറ്റകൃത്യം എന്ന് പറയുന്നത്. യേശുവിൻ്റെ കുരിശിന് മുകളിൽ എഴുതി വെച്ചിരുന്ന കുറ്റപത്രം അതാണ്. അപ്പോൾ തങ്ങളുടെ ചക്രവർത്തിക്കെതിരായി കുറ്റകൃത്യം ചെയ്ത ഒരാളെ രാജ്യദ്രോഹം എന്ന വീക്ഷണത്തിൽ ക്രൂശിക്കുമ്പോൾ, അതും ഏറ്റവും ക്രൂരമായിട്ടുള്ള ശിക്ഷയാണ് ക്രൂശീകരണം. അവിടെ യേശുവിനെ രക്ഷപ്പെടാൻ പടയാളികൾ അനുവദിക്കുമോ? അപ്പം ചരിത്രം നോക്കുക നമുക്ക് പറയാൻ സാധിക്കും, ഒരിക്കലും അത് ചരിത്രത്തോടെ നിലനിൽക്കുന്ന ഒരു സാധ്യതയല്ല യേശു രക്ഷപ്പെടുന്നുള്ളത്. അത് മാത്രമല്ല, യേശു അങ്ങനത്തെ ക്രൂശീകരണ സന്ദർഭത്തിൽ കടക്കുമ്പോൾ താൻ ശരിക്കും മരിച്ചോ ഇല്ലയോ എന്നുള്ളത് നിസ്സംശയം വെരിഫൈ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ആരെയും കബളിപ്പിച്ച് പോകുന്ന ഒരു സംഭവമല്ല. ഇപ്പം നമ്മുടെ ലോകത്തിലെ പല രാജ്യങ്ങളിലൊക്കെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് വളരെ എളുപ്പം വെരിഫൈ ചെയ്യുന്ന സംഭവമാണ് തൂക്കിലേറ്റപ്പെട്ട കഴുമരത്തിൽ കയറിയ വ്യക്തി മരിച്ചോ ഇല്ലെന്നുള്ളത്. അതെങ്ങനെയാണ്? അത് ഒരു രക്തം വാർന്നൊഴുകുന്നില്ല, അല്ലെങ്കിൽ ശരീരം അത്രയും രീതിയിൽ നശിക്കുന്നൊരു അവസ്ഥ വരുന്നില്ല. പക്ഷേ ക്രൂശീകരണം ചാട്ടവാറൊക്കെ ഏറ്റ വ്യക്തിയുടെ ശരീരം കാണുമ്പോൾ തന്നെ ഒരു വിഷ്വൽ ഒബ്സർവേഷനിൽ തന്നെ ഒരു അന്നത്തെ ഒരു ട്രെയിൻഡ് അസാസിനെ പോലെയുള്ള ഒരു റോമൻ ക്രൂസിഫിക്ഷന് വേണ്ടി സജ്ജരായിട്ട് നിൽക്കുന്ന സൈനികർക്ക് അറിയാൻ സാധിക്കും ഇവൻ മരിച്ചു ഇല്ല എന്നുള്ളത്. അപ്പം രാജ്യദ്രോഹ കുറ്റത്തിന് വേണ്ടി ക്രൂശിക്കപ്പെടുന്ന ഒരാൾ, ആ രാജ്യദ്രോഹ കുറ്റം എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കണം. അതായത് എന്താണ് ആ സ്പെസിഫിക് ചാർജ് എന്ന് പറയുന്നത്? യഹൂദന്മാരുടെ രാജാവ് എന്ന് അവകാശപ്പെട്ടു എന്നുള്ളതാണ് കുറ്റകൃത്യം. അത് സീസറിന്റെ അധികാരത്തിന് നേരെ നേരെയുള്ള ഒരു വെല്ലുവിളിയാണത്, പരസ്യമായ വെല്ലുവിളിയാണ്. അതായിരുന്നു യേശുവിന് മേലെ ആരോപിക്കപ്പെട്ട കുറ്റം. കണ്ടിന്യൂ ചെയ്തുള്ളൂ. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് വളരെ സ്ട്രോങ് പോയിന്റ് എന്നുള്ളത്, 1986 അമേരിക്കൻ മെഡിക്കൽ ജേണൽ ഒരു പ്രസിദ്ധീകരണം, അവർ യേശുവിൻ്റെ ക്രൂശീകരണത്തെ പറ്റി നടന്ന സംഭവങ്ങളെ പറ്റി ഒരു വിശകലനം നടത്തി അവർ പറഞ്ഞത്, ചരിത്ര വസ്തുതകളുടെ ആധുനിക മെഡിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നോക്കുമ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ നിന്ന് താഴെ എടുത്തപ്പോൾ തന്നെ താൻ മരിച്ചു എന്നുള്ളതാണ്. അപ്പം യേശു ക്രൂശി കിടക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള പല വിവരണങ്ങൾ നമ്മൾ കാണുന്നതും, തൻ്റെ വശത്തു നിന്ന് കുന്തം കുത്തിക്കയറ്റുമ്പോൾ രേഖപ്പെടുത്തുന്ന വെള്ളവും രക്തവും ഒഴുകി വന്നു എന്നുള്ളതാണ്. അതിന് മെഡിക്കലായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അസ്ഫിക്സിയേഷൻ, അതായത് ശ്വാസം മുട്ടലോടെ മരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വരുമ്പോഴാണ് ഫ്ലൂയിഡ്സ്, രക്തവും വെള്ളത്തിന് സമാനമായിട്ടുള്ള ഫ്ലൂയിഡ് ഫോം ചെയ്ത് അത് കുന്തം കൊണ്ട് കുത്തേറ്റപ്പോൾ അത് തന്നെ ശരീരത്തിൽ നിന്ന് ഒഴിലോട്ട് വന്നു. അപ്പോൾ ആ മെഡിക്കൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ തന്നെ, മെഡിക്കൽ ജേണൽ തന്നെ അവർ പറയുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ നിന്നെടുത്തപ്പോൾ താൻ ശരിക്കും മരിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ക്രൂശിൽ കിടക്കുന്നൊരു വ്യക്തി തൻ്റെ ശ്വാസം വിടണമെന്നുണ്ടെങ്കിൽ കാല് ഈ ഇതിൽ താഴത്ത് കുത്തി ശരീരം ഉയർത്തിയാൽ മാത്രമേ ശ്വാസോച്ഛ്വാസം അദ്ദേഹത്തിന് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ക്രൂശിൽ കിടക്കുന്ന ഒരു വ്യക്തി മരിച്ചോ ഇല്ലയോ എന്നറിയാൻ നിങ്ങൾക്ക് MBBS പാസ്സാകേണ്ട ആവശ്യം ഇല്ല, പൾസ് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം ആ വ്യക്തി കാലിൽ കുത്തി കയ്യിൽ തൻ്റെ ഭാരം ഉയർത്തി മുകളിലേക്ക് ഉയർന്ന് ശ്വാസം എടുക്കുന്നില്ല. അങ്ങനെ ശ്വാസം എടുക്കാതെ ദീർഘനേരം കിടന്നാൽ, കുറച്ച് സമയം കിടന്നാൽ
വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി മരിച്ചു എന്നുള്ളത്. അതുമാത്രമല്ല, നമ്മളെപ്പോലെ തികച്ചും ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് കൂടിയായിട്ട് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് നേരമേ ശ്വാസം പിടിച്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ മറ്റ് കള്ളന്മാരെ പോലെ അത്രയും രക്തം വാന്ന് പറഞ്ഞ് ഒഴുകിയ ഒരാൾക്ക് അത്രയും പോലും പിടിച്ചെങ്കിൽ സാധിക്കത്തില്ല. വെറും 15 മിനിറ്റ് ക്രൂശിൽ കിടക്കുന്നവരെ നോക്കി അറിയാൻ സാധിക്കും മരിച്ചോ ഇല്ലയോ എന്നുള്ളത്. ഇനി അതുമാത്രമല്ല, യേശുക്രിസ്തു ഇങ്ങനെ രക്തം വാർന്നൊഴുകിയ ഒരു പരുവത്തിൽ ക്രൂശിൽ കിടക്കുന്നു, താൻ ശവക്കല്ലൽ എടുക്കുന്നു. വെറും 3 ദിവസത്തിനുള്ളിൽ താൻ എങ്ങനെയോ കല്ലറയുടെ കല്ല് നീക്കി മാറ്റി ശിഷ്യന്മാരുടെ മുന്നിൽ വരുന്നു. ശിഷ്യന്മാർ ഒരിക്കലും അങ്ങനെ ചതഞ്ഞെന്നൊരു പരുവത്തിൽ കാണുന്ന ക്രിസ്തുവിനെ നോക്കി ഇതാണ് മരണത്തെയും പാപത്തെയും കാൽവറിയിൽ ആയുധം വെപ്പിച്ച് ജയിച്ചു വന്ന ക്രിസ്തു എന്ന് ഒരിക്കലും അവർ വിശ്വസിക്കുന്നില്ല. കാരണം അവർ കാണുന്നത് എന്താ, എങ്ങനെയെങ്കിലും തപ്പി തടഞ്ഞ് വെള്ളം തരണമേ, എനിക്ക് ഭക്ഷണം തരണമേ, എന്നെ ചികിത്സിക്കണമേ എന്ന പരുവത്തിൽ വരുന്ന ഒരു മിഷയാണ്. അങ്ങനെ ഒരു പുനരുദ്ധാന ശരീരം നമുക്ക് ലഭിക്കുമെന്ന് ആരും ആഗ്രഹിക്കുകയുമില്ല, ആരും പറയത്തുമില്ല. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. കാരണം ഈ ഒരു വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രകാരന്മാർ സമ്പൂർണ്ണമായിട്ടും ഈ ഒരു സിദ്ധാന്തം നിരാകരിച്ചത്. കാരണം ഇങ്ങനെ ഒരു ക്രൂശീകരണത്തിന് രക്ഷപ്പെട്ടു വരുന്ന ക്രിസ്തു ഒരു വ്യക്തിയെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായി ഒരിക്കലും ശിഷ്യന്മാർ വിശ്വസിക്കില്ല എന്നുള്ളതും അങ്ങനൊരു വ്യക്തിയെപ്പോലെ ശരീരം ഞങ്ങൾക്ക് പുനരുദ്ധാനത്തിൽ കിട്ടുമെന്ന് പറയുകയില്ല എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ചരിത്രകാരന്മാരെ ഈ ഒരു സിദ്ധാന്തം നിഷേധിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. സോ ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റുകൾ, യേശു ക്രിസ്തുവിനെ ഒരു രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ കുറ്റത്തിൻ്റെ പേരിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റാണ് കൊടുക്കുന്നത്. റോമൻ സൈനികർ ഇത്തരത്തിലെ ആളുകളെ കൊല്ലാൻ നല്ല പരിശീലനം സിദ്ധിച്ച ആളുകളാണ്. ഈ വ്യക്തി മരിച്ചോ ഇല്ലയോ എന്നുള്ളത് തീർച്ചപ്പെടുത്തുക എന്നത് വളരെ എളുപ്പമാണ്. ഇത്രയും പ്രധാനപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നുള്ളത് നമുക്ക് നിശ്ചയമായി പറയാൻ സാധിക്കും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ വിലാപ്പുറത്ത് കുത്തി എന്ന് പറയുന്ന ആ കാര്യങ്ങളടക്കം മറ്റ് ചരിത്രകാരന്മാർ, മറ്റ് രചയിതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രൂശീകരണ സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ മറ്റുള്ളവരുടെ കാൽ തകർത്തു, യേശുവിൻ്റെ കാൽ തകർത്തില്ല എന്ന് പറയുന്ന പരാമർശത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കാലിൽ കുത്തി ആൾ മുകളിലേക്ക് കൈ പിടിച്ചു ഉയർന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ സാധിക്കുള്ളൂ ക്രൂശിൽ കിടക്കുന്ന ഒരാൾക്ക്. അങ്ങനെ ചെയ്യാതെ ഒരാൾ കുറച്ച് സമയം കിടന്നാൽ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് ഉറപ്പിക്കാം ആൾ മരിച്ചു എന്നുള്ളത്. സോ അപ്പം ആദ്യത്തെ തീരെ നമുക്ക് അവിടെ തന്നെ നമുക്ക് നീക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്, യേശുക്രിസ്തു ശരിക്കും ക്രൂശിൽ മരിച്ചു എന്നുള്ളത്. അപ്പം ഇനി രണ്ടാമത്തെ ഒരു തീർ എന്നുള്ളത് ഇവർ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്നത്, നമ്മൾ മുമ്പ് ഉദ്ധരിച്ച ഗേർഡ് ലൂഡമൻ പോലെയുള്ളവരൊക്കെ വിശ്വസിക്കുന്ന ഒരു ഫ്രിഞ്ച് തീരം തന്നെ പറയാം. അതായത് ഹാലുസിനേഷൻ. ശിഷ്യന്മാർ തൻ്റെ 12 ശിഷ്യന്മാരും യേശുവിനെ കണ്ടു എന്ന് പറയുന്നവരെല്ലാം, ഗേർഡ് ലൂഡമൻ പറയുന്നു അതെ അവർ കണ്ടു എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു, അവർ കണ്ടു. ഗേർഡ് ലൂഡമൻ പറയുന്നത് അവർ കണ്ടു എന്ന് ചിന്തിക്കുന്നതിൻ്റെ കാരണം അവർ ഹാലുസിനേറ്റ് ചെയ്തു, അവർക്കൊരു മിഥ്യാഭ്രമം പോലെ, ഒരു ഡെലൂഷൻ പോലെ വന്ന് അവർക്ക് കണ്ടതുപോലെ തോന്നി. ആ ഒരു തോന്നൽ കൊണ്ടാണ് അവർ ശരിക്കും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞത്. ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഹാലുസിനേഷൻ, ഒരു കൂട്ടം ആൾക്കാർ ഒരേപോലെ ഒരേ സംഭവം ഒരുമിച്ച് അല്ലെങ്കിൽ ഒരേ രീതിയിൽ ഹാലുസിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് യാതൊരു ശാസ്ത്രീയ തെളിവും രേഖകളും ഇല്ലാത്ത ഒന്നാണ്. ഇതിലൊരു പുസ്തകം ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഹാലുസിനേഷൻസ് ദ സയൻസ് ഓഫ് ഇഡിയോസിൻക്രാറ്റിക് പെർസെപ്ഷൻ, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ഇതിലെ ഗ്രന്ഥകർത്താക്കൾ ഹാലുസിനേഷനെ പറ്റി വളരെ സമഗ്രമായിട്ട് എഴുതുന്ന ഒരു പുസ്തകമാണ്. പക്ഷേ ഇതിൽ ഗ്രൂപ്പ് ഹാലുസിനേഷനെ പറ്റി ഒരു പരാമർശമോ ഒരു രീതിയിലും അവരതിന് ശ്രദ്ധ തിരിക്കുന്നു പോലുമില്ല. അതിൻ്റെ കാരണം ആരാഞ്ഞ് ഫിലോസഫറായ മൈക്ക് ലിക്കോൺ ഇവരോട് ഇതിൻ്റെ ഓതേഴ്സിനോട് ഒരു ഇമെയിൽ കറസ്പോണ്ടൻസ് ചെയ്യുമ്പം അവർ പറയുന്നത് ഇതിന് പറ്റിയ ഒരു ആധികാരികമായ ഒരു സയൻറ്റിഫിക് ഡോക്യുമെൻറ്റേഷൻ പോലും കാണുന്നില്ല. അപ്പോൾ ഇതിനെ ഒരു നടക്കുന്നൊരു സംഭവമായിട്ട് സൈക്കോളജിസ്റ്റിനും സൈക്കട്രിസ്റ്റിനൊക്കെ അവരുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനകത്ത് അവരെ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ട് പോലും ഇവർക്ക് തോന്നുന്നില്ല. സൈക്കോളജിസ്റ്റായ ഗാരി എസിബി അദ്ദേഹം പല പിയർ റിവ്യൂഡ് ജേർണൽസിനെ പറ്റിയുള്ള തൻ്റെ ഒരു ഓവർവ്യൂ ചെയ്തിട്ട് സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, അങ്ങനെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എല്ലാം എഴുതിയിരിക്കുന്ന ജേർണൽസിനെ പറ്റി, ഒരു പിയർ റിവ്യൂഡ് തലത്തിൽ വന്ന ജേർണൽസിനെ പറ്റി അദ്ദേഹം റിവ്യൂ ചെയ്തിട്ട് പറയുന്നത് ഇതിനെപ്പറ്റി ഒരു ഡോക്യുമെൻറ്റേഷൻ നമ്മൾ കാണുന്നില്ല. 2 പേര് പോലും ഒരേ രീതിയിലുള്ള ഒരു മിഥ്യാഭ്രമം അതിൽ പങ്കെടുത്തായിട്ട് ഒരു ഡോക്യുമെൻറ്റേഷൻ കാണുന്നില്ല. ഇനി ഒരു പോയിന്റ് കൂടി പറയുകയാണെങ്കിൽ, അമേരിക്കൻ നേവിയിലെ സീൽ ടീം, നമുക്കറിയാം ഇവരെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ളത് സീൽ ടീം 6, ബിൻ ലാദനെ കീഴ്പ്പെടുത്തിയ ആ ടീം. ആ നേവി സീൽസിൻ്റെ ഗ്രൂപ്പിലേക്ക് ഒരാളെ സെലക്ഷൻ ആവുന്നതിന് മുമ്പ് ഒരാഴ്ചത്തെ ഹെൽ വീക്ക് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ഉണ്ട്. ഹെൽ വീക്ക് നരകതുല്യമായ ഒരു വീക്കാണ്. അവർക്ക് ഉറക്കമില്ല, അവർ എക്സ്ട്രീംലി ടോർച്ചർ ചെയ്യപ്പെടുന്നു, അവർ ടോയിൽ ചെയ്യുന്നു, പല സംഭവങ്ങളിലൂടെ ഭയങ്കരമായിട്ട് ഫിസിക്കലി അവർ ഞെരുങ്ങപ്പെടുന്ന ഒരു ടെസ്റ്റിംഗ് ഫേസാണ്. അപ്പോൾ ഇതിൽ
ഈ കടന്നു പോകുന്ന പല നേവി സീൽസിൻ്റെ ഇൻ്റർവ്യൂ അവർ പറയുന്നത് ഇവർ കടലിൽ തുഴയുന്ന ഒരു ട്രെയിനിങ് ഭാഗമുണ്ട്. അവർ തുഴഞ്ഞു പോകുമ്പോൾ പലർക്കും പല ഹാലുസിനേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഒരാൾ കാണുന്നത് ഒരു ഒക്ടോപ്പസ് കടലിൽ നിന്ന് പൊങ്ങി വന്ന് കൈ കാണിച്ചു, വേറൊരാൾ കാണുന്നത് ഇവർ തുഴഞ്ഞു പോകുന്ന ഇവരുടെ റാഫ്റ്റ് മതിലെ ചെന്ന് ഇടിക്കാൻ പോകുന്നു, അപ്പോൾ ഇനി തുഴയാൻ പാടില്ല, തുഴഞ്ഞാൽ മതിലിടിക്കും എന്നൊരു മിഥ്യ വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരേ സർക്കംസ്റ്റാൻസിൽ, ഒരേ സാഹചര്യത്തിൽ, ഒരേ രീതിയിൽ എക്സേർഷൻ അവരുടെ ശരീരത്തിന് അനുഭവിച്ചു പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒരേ സന്ദർഭത്തിലാണ്. അവർ അങ്ങനെ കടന്നു പോകുമ്പോഴും ഒരാൾക്ക് തോന്നുന്ന ഹാലുസിനേഷൻ വേറെ ആർക്കും തോന്നുന്നില്ല. അപ്പോൾ ഒരാൾ ഒരു സീൽ ടീം മെമ്പർ പറയുകയാണ് ഏതാണ്ട് ഒരു ഒക്ടോബസ് കൈ കാണിക്കുന്നു പറയുമ്പോൾ തൻ്റെ കൂടെ ഒപ്പമുള്ള അതേപോലെ ഉറക്കമില്ലാത്ത, വെള്ളം കിട്ടാത്ത, ഭക്ഷണം കഴിക്കാത്ത, അതേ ഫിസിക്കൽ എക്സേർഷനിൽ കൂടെ കടന്നു പോകുന്ന മറ്റു ആൾക്കാർ തന്നോട് ഒപ്പമുള്ളവർ പറയുകയാണ് നീ എന്തോ മിഥ്യ കാണുകയാണ്, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ കാണുന്നത് അങ്ങനത്തെ സമാനമായിട്ടുള്ള സന്ദർഭങ്ങളിൽ കടന്നു പോകുന്നവരും ഒരാൾ ഹാലുസിനേറ്റ് ചെയ്യുമ്പം ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടി ചേർന്ന് ഹാലുസിനേഷൻ നടക്കുന്നില്ല. അപ്പോൾ ശിഷ്യന്മാർ അവരടച്ചിട്ട് മുറിയിൽ ക്രിസ്തുവിനെ കണ്ടെന്ന് പറയുമ്പം എല്ലാവരും ഒരേപോലെ ഒരേ ഹാലുസിനേഷൻ നടന്നു എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് പറയും റിസറക്ഷനേക്കാളിലും അവിശ്വസനീയമായ ഒരു കാര്യമാണ്. കാരണം ഇപ്പം ഞാനൊരു സ്വപ്നം കാണുകയാണ്, അപ്പോൾ എനിക്ക് വിളിച്ചിട്ട് ബ്രദറിനോട് പറയാൻ പറ്റും നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് ആ സ്വപ്നത്തിൽ പങ്കെടുക്കും. നമ്മൾ ടൂർ പോവുകയാണ്, ഞാനൊരു സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഞാൻ പറയാം ബ്രദറും കൂടി ഈ സ്വപ്നത്തിൽ ജോയിൻ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു കാര്യമാണ് രണ്ടുപേര് ഒരേ സമയം ഒരേ ഹാലുസിനേഷൻ കാണുക എന്ന് പറയുന്നത്. സോ അതൊരിക്കലും സംഭവ്യമായിട്ടുള്ളൊരു കാര്യമല്ല. മാത്രമല്ല ഇത് കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണെന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. മറ്റെന്താണ് നമുക്ക് ഇന്ന് ഈ ഹാലൂസിനേഷനെ കുറിച്ച് നമുക്ക് വേറെ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? വേറൊരു പോയിന്റ് ഇവിടെ അനിവാര്യമായിട്ടുള്ളത് ഒരു എക്സ്റ്റേണൽ ബേസ് ആണ്. അതായത് ഇവരെല്ലാം ഒരേ രീതിയിൽ ഹാലൂസിനേറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന, എല്ലാവർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ബേസ്, ഒരു എക്സ്റ്റേണൽ എക്സ്പെക്റ്റേഷൻ, അത് ശിഷ്യന്മാരുടെ കാര്യം നമ്മൾ കാണുന്നുണ്ട് എന്നതിന് യാതൊരു അടിസ്ഥാനം നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്ന് പറയുന്നത് യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന മെശിഹ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിൽ കഴിഞ്ഞ നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ ഭൂമിയിൽ വന്ന് രാജാവായി ഭരണം നടത്തുന്ന ഒരു വ്യക്തിയാണ് അവർ മെശിഹായി പ്രതീക്ഷിച്ചിരുന്നത്. അത് ഈ സുവിശേഷങ്ങളിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും എന്തായിരുന്നു അവരുടെ പ്രതീക്ഷ എന്നുള്ളത്. ബൈബിളിന് പുറത്തുമുള്ള യഹൂദന്മാരുടെ പ്രതീക്ഷകളും അങ്ങനെ തന്നെയാണ്. സോ ഒരു തങ്ങൾ മിശിഹയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തി ഏത് സാമ്രാജ്യത്വത്തിൻ്റെ കീഴിൽ നിന്നാണോ തങ്ങളെ വിടുവിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചത്, അതേ സാമ്രാജ്യത്വത്തിൻ്റെ കയ്യാൽ അവരുടെ ഏറ്റവും വലിയ വധശിക്ഷയ്ക്ക് വിധേയനായി മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മരിച്ച ആളെ ഒരിക്കലും ഒരു മിശിഹയായിട്ട് അവർ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു വ്യക്തി മിശിഹ ആയിരിക്കുമെന്ന് അവർക്കൊരിക്കലും ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. അവരുടെ എല്ലാ പ്രതീക്ഷകളെയും കംപ്ലീറ്റ്ലി തകർക്കുന്ന ഒരു സംഭവമാണിത്. മാത്രമല്ല അങ്ങനെ മരിച്ചുയർക്കുന്ന ഒരു മിശിഹയിലുള്ള ഒരു പ്രതീക്ഷ യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ, ഒരു പോസിബിലിറ്റി, ഒരു പൊട്ടൻഷ്യൽ, ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നില്ല. യഹൂദന്മാർ മരിച്ച് ഉയർക്കുന്ന ഒരു മിശിഹയെ അല്ല പ്രതീക്ഷിച്ചിരുന്നത്. അതുമാത്രമല്ല ഈ ഹാലുസിനേഷനെ പറ്റി പറയുമ്പോഴും ഈ ശിഷ്യന്മാരെ കാണുന്ന ഹാലുസിനേഷനകത്ത് ഒരു ഫിസിക്കൽ ഇൻട്രാക്ഷൻ അവിടെ കാണുന്നുണ്ട്. യേശുവിന് ഭക്ഷണം കൊടുക്കുന്നു, യേശു ഇവർക്ക് ഭക്ഷണം റെഡിയാക്കുന്നു, തോമസ് വന്ന് തൊടുന്നു. അപ്പോൾ ഒരു ഹാലുസിനേഷൻ ആണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഫിസിക്കൽ ടാൻജിബിൾ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഒരിക്കലും അവിടെ സാധ്യമല്ല. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ അവർ മനസ്സിലാക്കിയത് ഇതൊരു മിഥ്യയാണ്. കാരണം തൊടാൻ പോകുമ്പോൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ മനസ്സിലാക്കിയത് മിഥ്യയാണെന്നുള്ളത്. അതെ. അപ്പോൾ ഒരിക്കലും തെറ്റിദ്ധാരണയുടെ പേരിൽ ആർക്കും പറയാൻ സാധിക്കില്ല മരിച്ച ഒരു വ്യക്തി എൻ്റെ ഒപ്പം വന്നിരുന്ന് മീൻ കഴിച്ചു എന്നുള്ളത്. അതെ. അപ്പം ഈ പോയിന്റുകളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കാൻ നമുക്ക് പറയാൻ സാധിക്കും ഹാലുസിനേറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇവർ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസത്തിലേക്ക് വന്നത് എന്നത് തികച്ചും വസ്തുതകളോട് നിരക്കുന്ന ഒന്നല്ല, വസ്തുത വിരുദ്ധമാണ് എന്നുള്ളത്. അതായത് ഗ്രൂപ്പ് ഹാലുസിനേഷനിൽ വിശ്വസിക്കണമെങ്കിൽ അതിനേക്കാൾ എളുപ്പം ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ യുക്തിബദ്ധം നമുക്ക് പറയാൻ സാധിക്കും. ഇനി മിസ്റ്റേക്കൻ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം എന്നുള്ളത് ഇത് വളരെ രസകരമാണ്. നമ്മൾ ഈ റിച്ചാർഡ് കാരിയുടെ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞ പോലെ ചില വസ്തുതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി അങ്ങേയറ്റം പോകുന്ന ഒരു പ്രവണതയാണ്. ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പം ഈ ഇരട്ട സഹോദരൻ വേറെ ഇവിടെ ദൂരദേശത്തായിരുന്നു. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നു, മരിക്കുന്നു. ഈ ഇരട്ട സഹോദരൻ തിരിച്ചു വരുന്നു. എമ്മൗസിലെ യാത്രയിൽ രണ്ട് ശിഷ്യരോടൊപ്പം പോകുന്നു. അപ്പോൾ ഈ ഇരട്ട സഹോദരൻ ചോദിക്കുന്നത് എന്താ സംഭവിച്ചത്, ആരാണ്, എന്താണ്, കാരണം ഇദ്ദേഹത്തിന് അറിയത്തില്ല, ദൂരദേശത്തായിരുന്നു. ഇവർ കഥയെല്ലാം പറയുന്നു. അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോഴാണ് ഇവരെ കണ്ടപ്പം യേശുവിനെ പോലെ ഇരിക്കുന്നു തോന്നുന്നു. അങ്ങനെ ഇവർ യേശുവാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഇതാണ് വേറെ സിദ്ധാന്തം. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പരിഹാസ്യത നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വേറെന്തൊക്കെയാണ് ഇതിനുള്ള വീഴ്ചകൾ? പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യേശുവിനെ പോലെ ഒന്നാമതായിട്ട് ഇതിന് തെളിവൊന്നുമില്ല അങ്ങനെ ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നു എന്നുള്ളതോ. കാരണം അങ്ങനെ ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായിരിക്കണം,
ഓക്കെ, അതിന് തെളിവൊന്നുമില്ല. അങ്ങനെ ഒരാൾ യേശു ക്രൂശിക്കപ്പെട്ട ആ സമയത്ത്, ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഇത്ര ദിവസം കഴിയുമ്പോൾ തന്നെ എക്സാക്ട്ലി അവിടെ വരണം. അവിടെ വരുന്ന ആൾ ഈ യേശുവിനെ കൃത്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യണം. ഈ ആളെക്കുറിച്ച് നമ്മളെന്താ പറഞ്ഞത്, ഈ സിദ്ധാന്തം പറയുന്നതനുസരിച്ചാണെങ്കിൽ ജനനത്തിൽ തന്നെ യേശുവിൽ നിന്ന് അകന്നുപോയ ആ സമയത്ത് തന്നെ വേർപെട്ട് നിൽക്കുന്ന ആളാണ്. ആ വ്യക്തി ഇത്രയും വളരെ യുണീക്കായിട്ടുള്ള ക്യാരക്ടറുള്ള യേശുവിനെ, അത് കഴിഞ്ഞ വീഡിയോയിൽ ബ്രദർ വിശദീകരിച്ചിരുന്നു, അത്രയും യുണീക്കായിട്ടുള്ള ക്യാരക്ടറുള്ള ഒരാളെ, ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത ഒരാളെ വളരെ പെർഫെക്റ്റായിട്ട് അനുകരിക്കുകയും വേണം. അത് അസാധ്യമായൊരു കാര്യമാണ്. അപ്പൊ യേശുവിന്റെ പേഴ്സണാലിറ്റിയോടുള്ള ഫെമിലിയാരിറ്റി മാത്രമല്ല, അതെ, ശിഷ്യന്മാരെ കാണുമ്പം ഈ പന്തം കണ്ട പിരിച്ചപ്പോൾ ഇവരൊക്കെ ആരാണെന്ന് ചിന്തിച്ചിരിക്കാൻ പാടില്ല. പത്രോസിനെയും യോഹനാനെ കാണുമ്പോൾ, സെബെദീപുത്രന്മാരെ കാണുമ്പോൾ സൺസ് ഓഫ് തണ്ടർ എന്നൊക്കെ പറഞ്ഞ ഇവരൊക്കെ അതാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ വേണം ഇടപെടുക. അതിനുള്ള ഒരു സാധ്യതയില്ല. വീണ്ടും പറഞ്ഞ പോലെ യാതൊരു തെളിവും ഇത് മുന്നോട്ട് വെക്കാൻ പോലും യാതൊരു ബേസിസും അടിസ്ഥാനവുമില്ല. അപ്പൊ അങ്ങനെ ആ ഒരു സിദ്ധാന്തം നീങ്ങി മാറുന്നു. പിന്നെ കാണുന്ന ഒരു സിദ്ധാന്തം എന്നുള്ളത് യേശുവിൻ്റെ ശരീരം അല്ലെങ്കിൽ ശവക്കല്ലറ, ഇത് രണ്ടും ഇവരെ കണ്ടെത്തിയത് വേറൊരു സ്ഥലത്താണ്. അത് രണ്ട് രീതി നമുക്ക് കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ പറയാം. അതായത് ശിഷ്യന്മാരെയും മക്തലകർത്തിമാരെയും ഇവരെല്ലാം ചിന്തിച്ചത് കിഴക്ക് ഭാഗത്തുള്ളൊരു ശവക്കല്ലറയിലാണ് എന്നവർ ചിന്തിച്ചു. പക്ഷെ പിന്നീട് ആ ശരീരം എടുത്ത് മാറ്റുകയോ എന്തോ യോസീഫസ് ചെയ്തു. അങ്ങനെ ഇവർ തെറ്റിപ്പോയ വേറൊരു കല്ലറ ചെല്ലുന്നു. അല്ലെങ്കിൽ ഈ ശരീരം തമ്മിൽ മാറുകയോ അങ്ങനെ ബേസിസിൽ ഇവർ വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുന്നു. അപ്പം ഇതിന് വീണ്ടുള്ള പോരായ്മകൾ എന്തൊക്കെയാണ്? ഇതിന് പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത്, ഇത് വളരെ പരസ്യമായിട്ട് പ്രസംഗിക്കുമ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഈ വിശ്വാസത്തിനെ അവിടെ വെച്ച് തന്നെ അമർച്ച ചെയ്യാൻ ആ ശരീരം യഥാർത്ഥത്തിലുള്ള ശരീരം ഏതാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി. അത് യോസീഫസ് തന്നെ ചൂണ്ടിക്കാണിച്ചു. ജോസഫസ് തന്നെ അരിമത്യക്കാരനായ യോസഫ് തന്നെ കൃത്യമായിട്ട് അത് ചൂണ്ടിക്കാണിച്ചേനെ. അപ്പം അതൊരിക്കലും സാധിക്കുന്നൊരു കാര്യമല്ല. ഇത് ജെറുസലേമിലാണ് ഈ വിശ്വാസം പ്രസംഗിച്ചു തുടങ്ങിയെന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നു. നേരത്തെ നമ്മൾ കണ്ടു, ടാസിറ്റസ് തൻ്റെ രചനയിൽ പറയുന്നുണ്ട്, യഹൂദിയർ എവിടെയാണോ അമർച്ച ചെയ്തത് അവിടെ നിന്ന് തന്നെയാണ് ആരംഭിച്ചത്. എങ്ങനെയാണ് അവിടെ നിന്ന് ആരംഭിക്കുന്നത്? ഒരു കല്ലറ, ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കല്ലറ കണ്ട് തെറ്റിദ്ധരിച്ചാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പരസ്യമായി പ്രഘോഷിക്കപ്പെടുമ്പോൾ നിശ്ചയമായിട്ട് യഹൂദന്മാർക്ക് നോക്കൂ, യേശുവിൻ്റെ ശരീരം ഇവിടെയുണ്ട്, ഇതാണ് ആ കല്ലറ എന്ന് വളരെ എളുപ്പത്തിൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. ഇതിനോട് ചേർന്ന് വരുന്ന വേറൊരു വേരിയേഷൻ ഉള്ളത്, യേശുക്രിസ്തുവിൻ്റെ ശരീരം ക്രൂശമരണത്തിന് ശേഷം ഇവർക്ക് ലഭിച്ചില്ല. ഇത് ഒരു ചതുക്കുഴിയിലോട്ട് മറ്റ് ക്രൂശിക്കപ്പെട്ട വ്യക്തികളുടെ ശരീരം കളയുന്നിടത്തോടെ തന്നെ കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവർ ശരീരം കാണാതെ അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്നൊരു വിശ്വാസത്തിൽ വന്നു എന്നൊരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുകയുണ്ടായി. അതിനെ പലരും മുന്നോട്ട് വെക്കാൻ ഉള്ളൊരു കാരണം എന്നുള്ളത്, ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തി, അത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ രാജ്യദ്രോഹ കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരം എന്തുകൊണ്ട് റോമൻ ഗവൺമെൻറ് ഇവർക്ക് ആദരിക്കാൻ വേണ്ടി മടക്കി കൊടുക്കും, അല്ലെങ്കിൽ ഒരു ശവസംസ്കാര ശുശ്രൂഷയിലൂടെ തന്നെ ആദരിക്കാൻ വേണ്ടി എന്തിനും മടക്കി കൊടുക്കും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം വിരാമം കൊള്ളിച്ചുകൊണ്ട് ബെൻ യോഹനാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു ശവപ്പെട്ടി ഓസ്വരി ലഭിച്ചു. അതിൽ അതന്നെ എല്ലുപെട്ടി, അതിൽ ക്രൂശീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കാലിലുള്ള മുള്ള് ആണിയുടെ കണക്ഷൻ കാരണം. അപ്പോൾ അങ്ങനെ ഇതൊരു ക്രൂശീകരിക്കപ്പെട്ട വ്യക്തിയുടെ എല്ലുപെട്ടിയാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിൽ, അതായത് ക്രൂശീകരിക്കപ്പെട്ട വ്യക്തികളുടെ അല്ലെങ്കിൽ ആ ശരീരം അവർക്ക് ലഭ്യമാകും എന്നതിനൊരു ഉത്തരമാക്കി കിട്ടി. അതെ, അപ്പം അത് വളരെ വ്യക്തമാണ്, ചരിത്രപരമായൊരു തെളിവാണ്. ക്രൂശിക്കപ്പെട്ട വ്യക്തികൾക്കും വളരെ ആദരപൂർവ്വമായിട്ടുള്ള ശവസംസ്കാര ശുശ്രൂഷ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ചരിത്രപരമായ തെളിവ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ യേശുക്രിസ്തുവിനെ ശവസംസ്കാരത്തിന് നേതൃത്വം കൊടുത്തു എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞത്, യേശുക്രിസ്തുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ച യഹൂദ കോടതിയിലെ ഒരു ജഡ്ജിയാണ്. നമ്മൾ ആ രീതി ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ യഹൂദ കോടതിയിലെ ജഡ്ജിയാണ്. അപ്പം നിങ്ങൾ ഒരു കാര്യം പറയുകയാണ്, പരസ്യമായിട്ട് പ്രസംഗിക്കുകയാണ്, ഓക്കെ, യേശുക്രിസ്തുവിന് വളരെ ആദരപൂർവമായ ശവസംസ്കാര ശുശ്രൂഷ ലഭിച്ചു. നിങ്ങൾ പറയാണ് അവിടുത്തെ ഈ വധശിക്ഷയ്ക്ക് വിധിച്ച സൻഹദ്രിൻ സംഘത്തിലെ അവിടുത്തെ യഹൂദന്മാരുടെ സുപ്രീം കോടതിയാണ്, അതിലെ ജഡ്ജിയാണ് യേശുവിന് സംസ്കാരം കൊടുത്തതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ രഹസ്യമായിട്ട് വല്ല കാണുകയോ ദിവാസ്വപ്നം കാണുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ പരസ്യമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം എന്ന് പറയുന്നത്, ഇത്രയും പ്രശസ്തനായ ഒരാളുടെ പേരിൽ ഇങ്ങനൊരു അവകാശം അത് വസ്തുതാപരം അല്ലെങ്കിൽ പരസ്യമായിട്ട് ഉന്നയിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ നമ്മൾ കാണുന്നത് എന്താണ്, ശിഷ്യന്മാരെല്ലാവരും ഓടി ഒളിക്കുന്നു. യേശുവിന് ആദരപൂർവ്വമായിട്ടുള്ള ശവസംസ്കാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരാരും അവിടെ ഇല്ല. അപ്പം ഈ രചനകൾ നടക്കുമ്പോൾ, സുവിശേഷങ്ങൾ രചിക്കുമ്പോൾ, അവിടെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ സുപ്രധാന നേതാക്കന്മാരായിട്ട് നിൽക്കുന്ന പത്രോസോ യാക്കോബോ യോഹന്നാനൊന്നും ശിഷ്യന്മാരായിട്ടുള്ള യാക്കോബോ യോഹന്നാനൊന്നും യേശുവിൻ്റെ ശവസംസ്കാരത്തിന് നടക്കുന്നില്ല. മറിച്ച് ഇവർ പറയുകയാണ്, ഞങ്ങളുടെ ശത്രുക്കൾ അല്ലെങ്കിൽ ഞങ്ങളുടെ എതിരാളികളാണ്
യേശുവിന് മാന്യമായ ഒരു ശവസംസ്കാരം നൽകിയെന്നാണ് ശിഷ്യന്മാർ പറയുന്നത്. അതൊരിക്കലും അങ്ങനെ ഒരു അവകാശവാദം അവർ കെട്ടിച്ചമക്കാൻ യാതൊരു സാധ്യതയില്ല. കെട്ടിച്ചമക്കുവാണെങ്കിൽ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ നിശ്ചയമായിട്ട് പത്രോസോ യോഹന്നാനോ ഒന്ന് ശവസംസ്കാര ശുശ്രൂഷ നടത്തിയെന്ന് പറയാനാണ് കൂടുതൽ സാധ്യത. ഒന്ന്, ഈ ആൾ ആരാണെന്നുള്ളത് ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഈ സുവിശേഷങ്ങൾ രചിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു കൂട്ടരാണ് ഈ സൻഹദ്രീൻ സംഘം അടക്കമുള്ള ആളുകൾ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇത് ശവസംസ്കാര ശുശ്രൂഷ നടത്തിയെന്നുള്ളത് ഒരു കഥയായിട്ട് കെട്ടിച്ചമക്കില്ല. അപ്പം ഈ ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, ഇത് ജെറുസലേമിൽ വെച്ചാണ് ഇത് ആരംഭിക്കുന്നത് എന്നുള്ളത് തന്നെ അവിടെ ഒരു കല്ലറ ഒഴിഞ്ഞു കിടപ്പില്ലെങ്കിൽ ഒരിക്കലും അവർക്ക് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അവിടെ പരസ്യമായി പ്രസംഗിക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം കൂട്ടിച്ചേർന്ന് നോക്കുമ്പോൾ യേശുവിൻ്റെ ശരീരം തെറ്റിദ്ധരിക്കപ്പെട്ട് കാണാതെ പോയതിലൂടെ, അല്ലെങ്കിൽ തെറ്റായ ഒരു കല്ലറയിൽ ചെന്നതിലൂടെയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുന്നൊരു വിശ്വാസം വന്നത് എന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് സാധിക്കും. അപ്പം തെറ്റിദ്ധാരണ കൊണ്ടല്ല അവർ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അവകാശപ്പെട്ടതെന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. തെറ്റിദ്ധാരണയ്ക്കുള്ള എല്ലാ സാധ്യതകളും തന്നെ നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞു. സ്വാഭാവികമായി അടുത്ത ചോദ്യം, ഓക്കെ, തെറ്റിദ്ധരിക്കപ്പെട്ടതല്ലായിരിക്കും, ഒരുപക്ഷെ അവർ നുണ പറഞ്ഞതാണെങ്കിൽ. അതാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു ചോദ്യം. അതാണ് കാരണം അത് ചോദിക്കുന്നതിൻ്റെ കാരണം ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രാബല്യം, ക്രിസ്തീയ വിശ്വാസത്തിനുള്ള സ്വാധീനം, ശക്തി, അതിനുള്ള സമ്പത്ത്, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരുള്ള പല മതസ്ഥാപനങ്ങൾക്കും അവരുടെ കൈവശമുള്ള സമ്പത്തും അധികാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിലെ വീക്ഷണഗതിയാണ് വീണ്ടും 1-ാം നൂറ്റാണ്ടിൽ കൊണ്ട് പറിച്ചു നടന്നത്. അപ്പോൾ ചിന്തിക്കുകയാണ്, ഇത്രയും പ്രാബല്യത്തിൽ വരാൻ സാധിക്കുമെങ്കിൽ അവർ എന്തുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എന്ന് പറയാതിരിക്കും? തീർച്ചയായിട്ടും അവർ ഉയർത്തെഴുന്നേറ്റു എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കിയെടുക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്നുള്ളത്, 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ അവരെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ കാതലായ സന്ദേശം വെച്ചുകൊണ്ട് തന്നെ അവരുടെ സുവിശേഷം മുന്നോട്ട് പറയുമ്പോൾ അവർ നേടുന്നത് പണമോ പദവികളോ യാതൊരു സ്വാധീനവുമല്ല, മറിച്ച് പെർസിക്യൂഷൻ മാത്രമാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പം ഡിറ്റക്റ്റീവായ ജയവാണ വാലസ് അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം ഈ മൺമറഞ്ഞു പോയ പല കേസുകളും വീണ്ടും പുനഃപരിശോധിച്ച് തെളിയിക്കുന്ന ഒരു കോൾഡ് കേസ് ഡിറ്റക്റ്റീവാണ്. അതേ പറഞ്ഞു, ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ 3 കാരണങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നുകിൽ മണി, അല്ലെങ്കിൽ പവർ, അല്ലെങ്കിൽ വിമൻ. ഇങ്ങനത്തുള്ള 3 കാര്യങ്ങളുടെ ജഡീകമായിട്ടുള്ള മോഹങ്ങളുടെ പുറകെയാണ് ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത്. പക്ഷേ ശിഷ്യന്മാരുടെ കാര്യം നോക്കുമ്പോൾ അവർ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന കള്ളം എന്നൊരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ 3-ൽ ഒന്നും ഒരു മോട്ടീവായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ ആദിമ ക്രിസ്തീയ സമൂഹത്തെ ഈ ആധുനിക ക്രിസ്ത്യാനിത്വവുമായിട്ട് എളുപ്പത്തിൽ ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. എല്ലായിടത്തും പീഡനം അനുഭവിക്കുന്ന ഒരു പീഡിത സമൂഹമായിരുന്നു. വിശ്വാസത്തിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ഒരു പീഡിത സമൂഹമാണ്. അത്തരത്തിലുള്ളൊരു സമൂഹം എന്തിനാണ് ഇങ്ങനെ ഒരു കഥ കൃത്രിമമായിട്ട് കെട്ടിച്ചമയ്ക്കുന്നത്? അതിനുള്ളൊരു മോട്ടീവ് അവിടെ നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതും ഈ പീഡനം ലഭിക്കുന്നത് അവർ യേശു എന്ന് പറഞ്ഞ ആളെ പിൻപറ്റി എന്നതിന് പേരല്ല. ഈ യേശു, നിങ്ങൾ കൊന്ന യേശു ഉയർത്തെഴുന്നേൽക്കുകയോ ചെയ്തു, അവനാണ് മിശിഹ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കേന്ദ്രീകരിച്ചുള്ള ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് അവർ പീഡനം അനുഭവിക്കുന്നത്. അതായത് ആദിമ പ്രസംഗങ്ങളിൽ വളരെ വ്യക്തമാണ്. അവരുടെ സന്ദേശത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അപ്പോൾ ആ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അവർ പീഡനമേൽക്കുവാൻ വേണ്ടി തയ്യാറായത്. അപ്പോൾ അവർ പീഡനമേൽക്കുവാനും മരിക്കുവാനും വരെ തയ്യാറായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ധാരാളം ചരിത്ര തെളിവുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ടാസിറ്റസിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ പീഡനം അനുഭവിച്ചത്? പുറകോട്ട് പോയി കഴിഞ്ഞാൽ നീറോയുടെ കാലഘട്ടത്തിലുള്ള ആ പീഡനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനിയും പുറകോട്ട് പോയി കഴിഞ്ഞാൽ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും യേശു ക്രിസ്തു തൻ്റെ അനുയായികൾ നേരിടാണ്ടിരിക്കുന്ന പീഡനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പറയുന്നുണ്ട്. ഈ സുവിശേഷങ്ങൾ എഴുതുന്ന ഒരു 30 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു പീഡനവും നടന്നിട്ടില്ലെങ്കിൽ യേശു ഇങ്ങനെ പ്രവചിച്ചു എന്നൊരിക്കലും അവർ രേഖപ്പെടുത്തി വെക്കില്ല. പീഡനങ്ങൾ നടന്നിട്ടുണ്ട്, നടക്കുന്നുമുണ്ട്. ആ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആ സമൂഹത്തിന് ഒരു ആശ്വാസം എന്ന നിലയിൽ കൂടിയാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഈ വസ്തുതകൾ അവരെ എടുത്തു പറഞ്ഞ് പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ ആ പ്രവചനങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തി എന്നുള്ളത് തന്നെ പീഡനങ്ങൾ നടന്നു എന്നുള്ളത് തെളിവാണ്. പിന്നെ അപ്പോസ്തലനായ പൗലോസിൻ്റെ നേർസാക്ഷ്യമുണ്ട്. താൻ അനുഭവിച്ച പീഡനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വളരെ നേർസാക്ഷ്യം അദ്ദേഹം പറയുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങളിലൂടെയാണ് താൻ കടന്നുപോയി എന്നുള്ളത്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം, ആദിമ ക്രിസ്തീയ സമൂഹം ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. പത്രോസ് അടക്കമുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് കൃത്യമായ ചരിത്ര തെളിവുകളുണ്ട്. അവർ ഈ വിശ്വാസത്തിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായി എന്നുള്ളത്. ധാരാളം ചരിത്ര തെളിവുകളുണ്ട് പത്രോസിനെ കുറിച്ച്. ക്ലെമൻറ്റ്, അതുപോലെ തന്നെ റോമിലെ ക്ലെമൻറ്റ്, ഇഗ്നേഷ്യസ് തുടങ്ങിയിട്ടുള്ള പല
മറ്റ് ബൈബിളിന് പുറത്തുള്ള എഴുത്തുകാരുടെ പല രേഖകളിലും പത്രോസിൻ്റെ രക്തസാക്ഷി മരണത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അധികം ചരിത്രപരമായിട്ട് ആധികാരികമായി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പത്രോസിൻ്റെ മരണം, രക്തസാക്ഷി മരണം. അതുപോലെ തന്നെ പൗലോസിൻ്റെ രക്തസാക്ഷി മരണം, യാക്കോബിൻ്റെ രക്തസാക്ഷി മരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നു. ജോസഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ രക്തസാക്ഷി മരണം. അപ്പോൾ ഇത്തരത്തിൽ ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളായി മരിച്ചു എന്നുള്ളത് വളരെ കൃത്യമായ ചരിത്ര തെളിവുള്ളൊരു കാര്യമാണ്. അതിനേക്കാൾ ഉപരി എല്ലായിടത്തും പീഡിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്നൊരു സമൂഹം, പീഡനം ഏറ്റിരുന്നൊരു സമൂഹം, ആ ഒരു സമൂഹമാണ് പറയുന്നത് ഈ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അപ്പം ഈ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന വിശ്വാസികൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സന്ദേശത്തിൻ്റെ പേരിൽ അവർ പീഡനം അനുഭവിക്കുന്നു. അത് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് സകല മനുഷ്യരും ഞാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധന്മാരായ ആളുകൾ, നീതിമാന്മാർ യുഗ അന്ത്യത്തിൽ, ലോകാവസാനത്തിങ്കൽ യുഗാന്ത്യത്തിൽ എല്ലാവരും നീതിമാന്മാർ ഉയർത്തെഴുന്നേൽക്കും എന്നൊരു വിശ്വാസം യഹൂദന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ചരിത്രത്തിൻ്റെ മധ്യത്തിൽ ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കും എന്നൊരു വിശ്വാസം യഹൂദന്മാർക്കുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഈ മിശിഹയെക്കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നത് വരുമാനിക്കുന്ന മിശിഹ, നേരത്തെ പറഞ്ഞതുപോലെ രാജാവായി ഭരണം നടത്തുന്ന മിശിഹയാണ്. മരിച്ചുയർക്കുന്ന ഒരു മിശിഹയെക്കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നില്ല. മാത്രവുമല്ല, യഹൂദന്മാരുടെ ഈ വിശ്വാസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്, നിലവിലുണ്ടായിരുന്ന യഹൂദ വിശ്വാസത്തിൽ നിന്ന് ഒരു വ്യതിയാനം, ഒരു പരിണാമം ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായി എന്നതാണ്. എന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന യഹൂദന്മാരുടെ വിശ്വാസങ്ങളിൽ നിന്ന് ഒരു പരിണാമം, ഒരു മ്യൂട്ടേഷൻ, ഒരു വ്യതിയാനം ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്താണ് ആ മ്യൂട്ടേഷൻ്റെ കോസ്, എന്താണ് ആ മ്യൂട്ടേഷൻ്റെ കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുന്നത് ആ ഒഴിഞ്ഞ കല്ലറയുടെ മുമ്പിലാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ശിഷ്യന്മാർ വിശ്വസിച്ചിരുന്നത് ഈ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണാനന്തരം, മരണത്തിന് ശേഷം തങ്ങളെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാണ്. അപ്പം നിത്യജീവൻ പ്രതീക്ഷിച്ചിരുന്നത് ഈ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കള്ളസാക്ഷ്യം പറയുന്നവർ, അതായത് പൗലോസ് പറയുന്നത്, യേശു ഉയർത്തെഴുന്നേൽപ്പില്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിന് മുമ്പായ കള്ളസാക്ഷ്യം പറയുന്നവരോ. അപ്പം കള്ളസാക്ഷ്യം പറഞ്ഞ് ദൈവം ഒരു അനുഗ്രഹം തരുമെന്ന് ഒരിക്കലും ഒരു യഹൂദൻ വിശ്വസിക്കില്ല. അതായത് അവർ പറയുന്നത് കള്ളസാക്ഷ്യമാണ് എന്ന് അറിഞ്ഞിരിക്കെ ഞാൻ ഈ കള്ളസാക്ഷ്യം പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ മാനിക്കും, എനിക്ക് നിത്യജീവൻ തരും എന്നുള്ളത് വിശ്വസിക്കുന്ന തികച്ചും യുക്തിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, അസാധ്യമായ ഒരു കാര്യം. ഇനി അല്ല, അവർ അങ്ങനെയാണ് വിശ്വസിച്ചെന്ന് ഒരാൾ പറയണമെങ്കിൽ അവരതിനുള്ള തെളിവുകൾ നിരത്തണം. നമ്മളതിനെ ചരിത്രപരമായിട്ട് യുക്തിപരമായിട്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ യാതൊരു അടിസ്ഥാനവും അവിടെ കാണുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഈ മാറ്റിടത്തിനെ കുറിച്ച് പറഞ്ഞു പോകും, അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ ഒരു കൺക്ലൂഷൻ പറയാനുള്ളത്, പല ആൾക്കാർ പറയും പലരും അവരുടെ പല വിശ്വാസങ്ങൾക്ക് വേണ്ടി അവർ മരിക്കുവാൻ തയ്യാറായിട്ടുണ്ട്. സൂയിസൈഡ് ബോംബേഴ്സിനൊക്കെ പല സന്ദർഭം അവർ ഉദ്ധരിച്ച് പറയും വിശ്വാസങ്ങൾക്ക് വേണ്ടി മരിക്കാൻ അവർ തയ്യാറായിരുന്നുള്ളത്. പക്ഷേ ഈ ശിഷ്യന്മാരുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു വ്യത്യാസം എന്നുള്ളത്, അവർ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്, ഇപ്പോൾ പത്രോസും യാക്കോബിൻ്റെ ജെയിംസിൻ്റെ കാര്യം പറയുമ്പോൾ, ശിഷ്യന്മാരുടെ കാര്യത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വേറെ ആരെങ്കിലും അവരോട് പറഞ്ഞു കേട്ട കാര്യം അവർ വിശ്വസിച്ച് ആ പറഞ്ഞു കേട്ട വ്യക്തിയിലുള്ള ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ അവർ പോയി മരിക്കുകയല്ല, മറിച്ച് അവർക്ക് നേരിട്ടറിയാം യേശു ഉയർത്തെഴുന്നേറ്റോ ഇല്ല എന്നുള്ളത്. അവർക്ക് ബിലീഫുള്ള ഒരു നോളജാണ്. വേറെ ആൾ പറഞ്ഞതിൻ്റെ പേരിൽ ആ വ്യക്തിയിലുള്ള ഒരു ട്രസ്റ്റിൽ. ഇപ്പം എന്നോട് ഡെനീസ് ചാൻ ഒരു കാര്യം നടന്നു പറയുന്നു, എനിക്ക് ഡെനീസ് ചാനിൽ ഒരു വിശ്വാസമുണ്ട്, അതിൻ്റെ പേരിൽ ഞാൻ ജീവൻ കൊടുക്കുന്നതും, എനിക്ക് നേരിട്ടറിയാം ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആണോ അല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് നേരിട്ടറിയാം എനിക്കൊരു മെർസിഡീസ് കാർ ഉണ്ടോ ഇല്ലെന്നുള്ളത്. അങ്ങനെ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യം കള്ളമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ജീവൻ അതിനൊരു മാറ്റിടമായിട്ട് കൊടുക്കത്തില്ല. അപ്പോൾ ശിഷ്യന്മാർ അവരുടെ ജീവിതം, നമ്മളിപ്പോൾ 3 പേരുകളാണ് ഉദ്ധരിച്ചത്, പക്ഷേ മറ്റു പലർക്കൊക്കെ പല ചരിത്ര തെളിവുകളുണ്ട്. അവരൊക്കെ പീഡനം തുടരെ അനുഭവിക്കുകയും അവസാനം വളരെ ദാരുണമായിട്ട് അവർ രക്തസാക്ഷികളാവുകയും ചെയ്തതിൻ്റെ കാരണം അവർ നേരിട്ടറിഞ്ഞത് സത്യമാണെന്നൊരു ബോധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതിൽ എടുത്തു പറഞ്ഞ ഒരു ചരിത്ര സംഭവം എന്നുള്ളത്, അമേരിക്കയിൽ പ്രസിഡന്റ് നിക്സന്റെ ഒരു സ്കാൻഡൽ, വാട്ടർഗേറ്റ് സ്കാൻഡൽ. ആ സ്കാൻഡൽ ഉണ്ടായിരുന്ന ചക്ക് കോൾസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ പ്രസിഡന്റിനെ രക്ഷിക്കാൻ വേണ്ടി അമേരിക്കയിലെ 10 മോസ്റ്റ് പവർഫുൾ, ഏറ്റവും ശക്തന്മാരായ 10 പുരുഷന്മാർ ഈ നിക്സനെ രക്ഷിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടും അവരുടെ കോൺസ്പിറസി, അതായത് നിക്സൺ ഇങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ സ്കാൻഡൽ നിലനിർത്താൻ വേണ്ടിയുള്ള അവരുടെ കള്ളത്തരങ്ങൾ, കോൺസ്പിറസി നിലനിന്നില്ല. എന്നിട്ട് ഈ ചക്ക് കോൾസൺ, ഇതിനകത്ത് ഉൾപ്പെട്ട ചക്ക് കോൾസൺ തന്നെ പറയുകയാണ്, പക്ഷെ നിങ്ങൾ പറയുന്നത്
10-12 വരുന്ന ശിഷ്യന്മാർ 40 വരെ വർഷങ്ങൾക്കപ്പുറം യാതൊരു മെറ്റീരിയൽ ഗെയിനും ഇല്ലാതെ ഈ കോൺസ്പിറസി പേഴ്സിക്യൂഷൻ്റെ പേരിൽ അവർക്ക് നിലനിർത്താൻ സാധിച്ചോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നടന്ന സംഭവങ്ങളെ വിളിച്ചു നോക്കുമ്പോഴും ഇങ്ങനൊരു കോൺസ്പിറസി 40 വർഷത്തിൽ പരം അവർക്ക് നിലനിർത്തുക എന്നുള്ളത് സാധ്യമല്ല. അപ്പം മാട്ടിടത്തിൻ്റെ പേരിൽ തന്നെ ഇവർ പറഞ്ഞത് കള്ളമാണ് എന്ന് നമുക്ക് സ്വീകരിക്കാൻ പാടിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പിന്നെയും തെളിവുകൾ അവശേഷിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഈ ഉയർത്തെഴുന്നേൽപ്പ് ടെസ്റ്റിമണിക്കകത്തുള്ള സ്ത്രീകളുടെ പ്രാധാന്യവും അതിൻ്റെ സവിശേഷത എന്താണ്? അതെ, കാരണം ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, പുരാതന കാലഘട്ടത്തിൽ പൊതുവിൽ എല്ലാ സമൂഹങ്ങളും തന്നെ സ്ത്രീകളെ ഒരു 2ാം തരം പൗരന്മാരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. സ്ത്രീകളുടെ സാക്ഷ്യത്തിന് കോടതിയിൽ യാതൊരു വാല്യൂ ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് സാക്ഷ്യം പറയാൻ അവസരം ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് വിവാഹമോചനത്തിനുള്ള ബന്ധത്തിൽ മാത്രമാണ് അവർക്ക് കോടതിയിൽ സംസാരിക്കാൻ അവകാശം ഉണ്ടായിരുന്നത്. അപ്പം സ്ത്രീയായിട്ട് എന്നെ ജനിപ്പിക്കാഞ്ഞതിൽ ദൈവത്തിന് നന്ദി പറയുന്നു എന്ന രീതിയിൽ തന്നെയുള്ള യഹൂദന്മാരായിട്ടുള്ള ആളുകളുടെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്ത്രീകളുടെ സാക്ഷ്യത്തിന് ആ നിലയിലുള്ള ഒരു മൂല്യവും കൽപ്പിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ നിങ്ങളൊരു കഥ ചമയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും കല്ലറ കണ്ടെത്തിയ ആദ്യത്തെ ആളുകളായിട്ട് സ്ത്രീകളെ നിങ്ങളൊരിക്കലും പ്രതിഷ്ഠിക്കില്ല. നിങ്ങളൊരിക്കലും ആ കഥയിൽ അങ്ങനെ വെക്കില്ല. മാത്രവുമല്ല, നമുക്കറിയാം പിൽക്കാലത്ത് ക്രിസ്ത്യാനിത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച ആളുകൾ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ക്രിസ്ത്യാനിത്വത്തിനെ നിഷേധിക്കാനിടയായി തീർന്നു. അവർ പറഞ്ഞു, ഇത്തരത്തിലുള്ള സ്ത്രീകളാണ് ഈ കല്ലറ കണ്ടെത്തിയത്, എങ്ങനെ ഞങ്ങൾ ഈ കഥ വിശ്വസിക്കും? അപ്പം നിങ്ങളൊരു കഥ 1-ാം നൂറ്റാണ്ടിൽ ചമയ്ക്കുകയാണെങ്കിൽ നിങ്ങളതിൻ്റെ ആദ്യത്തെ ദൃക്സാക്ഷികളായിട്ട്, കല്ലറ ഒഴിഞ്ഞതായിട്ട് കണ്ടെത്തിയ ദൃക്സാക്ഷികളായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും പ്രതിഷ്ഠിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ സമൂഹത്തിൽ ഏറ്റവും പ്രബലരായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള ആളുകളെ ആയിരിക്കും. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം, അപ്പോസ്തലനായ പൗലോസ് ഈ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്ന ഭാഗത്ത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ആ സമൂഹത്തിനുള്ള മറുപടിയായിട്ട് അവിടെ പറയുമ്പോൾ സാക്ഷികളായിട്ട് പറയുന്നവരുടെ കൂട്ടത്തിൽ സ്ത്രീകളുടെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. കാരണം എന്ന് ചോദിച്ചാൽ അതൊരു വിവാദമായൊരു സന്ദർഭത്തിൽ ഈ ഒരു കാര്യം പറയുമ്പോൾ സ്ത്രീകൾ കണ്ടു എന്ന് പറയുന്നത് കൊണ്ട് അവിടെ അവരാരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കഥ ചമയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആദ്യത്തെ സാക്ഷികളായിട്ട് നിങ്ങളൊരിക്കലും സ്ത്രീകളെ പ്രതിഷ്ഠിക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്, ഇത് കെട്ടിച്ചമച്ച ഒരു കഥയല്ല എന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള നിരവധി തെളിവുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലുള്ള ബോധ്യത എന്ന് പറയുന്നത് ആദിമ ശിഷ്യന്മാരുടെ സത്യസന്ധമായ ബോധ്യതയായിരുന്നു എന്നുള്ളതാണ്. അവരൊരിക്കലും നുണ പറഞ്ഞതല്ല. നേരത്തെ പറഞ്ഞതുപോലെ പല ആശയ സംഹിതകൾക്ക് വേണ്ടിയിട്ട് പലരും രക്തസാക്ഷികളായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നാം പറയുന്നത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കേട്ട ഒരു വിശ്വാസത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുവിന് എവിടെ നിന്നെങ്കിലും ഒരു വെളിപ്പാട് കിട്ടിയെന്ന ഗുരു പറഞ്ഞു ആ ഗുരുവിൽ വിശ്വസിച്ച് ഒരാൾ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല. മറിച്ച് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു ചരിത്ര സംഭവം നടന്നോ ഇല്ലയോ എന്ന് ശിഷ്യന്മാർക്ക് നേരിട്ടറിയാം, ഇത് നടന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നടന്നു, ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു തരത്തിലുള്ള നേട്ടങ്ങളും ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി അവരവരുടെ ജീവൻ വെക്കാൻ തയ്യാറാകില്ല. നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും ഒരു നുണയ്ക്ക് വേണ്ടിയിട്ട്, അതും സമൂഹത്തിൽ സ്വീകാര്യമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി. കാരണം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് തടങ്കൽ പാറയായിരുന്നു, ഗ്രീക്കുകാർക്ക് യവനന്മാർക്കത് ഭോഷത്വമായിട്ട് തോന്നിയെന്നാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും അവർ തങ്ങളുടെ ജീവൻ വെച്ച് കൊടുക്കില്ല. കാരണം അവർക്ക് നേരിട്ട് അറിയാം ഇത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഈ ഒരു ഇത്തരത്തിലുള്ള ഘടകങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മളെ എന്താണ് ബോധ്യപ്പെടുത്തുന്നത്? ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കാണിക്കുന്നത് ശിഷ്യന്മാർ കള്ളം പറഞ്ഞു എന്ന സിദ്ധാന്തത്തിന് യാതൊരു അടിത്തറയും കാണുന്നില്ല എന്നതിനാണ്. ഒരു ലാസ്റ്റ് പോയിന്റോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്നുള്ളത് വളരെ യൂണിവേഴ്സലായിട്ട് അന്നത്തെ ആദിമസഭയിൽ എല്ലാവരും മുറുകെ പിടിച്ചിരുന്നു എന്നൊരു സംഭവമാണ്. കാരണം പല വിഷയങ്ങളെ പറ്റി പല ഡിബേറ്റുകളും ചർച്ചകളും എതിരഭിപ്രായങ്ങളൊക്കെ നമ്മൾ കാണുന്നത്, പല ദുരുപദേശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരിടത്ത് പോലും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ഹെറസി കാണുകയോ അതിന് പ്രാബല്യം കാണുകയോ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും മുറുകെ പിടിച്ചിരുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു എന്നൊരു പോയിന്റ് തന്നെയായിരുന്നു, വിശ്വാസം തന്നെയാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ക്രിസ്ത്യാനിത്വത്തിന് ട്രൈഫോ, സെൽസസ്, അങ്ങനെ പല വിമർശകന്മാരുണ്ടായിരുന്നു. ഒരാൾ പോലും എവിടെയും ഏതെങ്കിലും ഒരു ശിഷ്യൻ ഈ വിശ്വാസം തള്ളിപ്പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ദൃക്സാക്ഷികളായി എന്ന് അവകാശപ്പെട്ട ആരെങ്കിലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം തള്ളിപ്പറഞ്ഞതായി ആരും രേഖപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു കെട്ടുകഥയെങ്കിലും അന്ന് നിലവിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ഈ വിമർശകന്മാർ അത് രേഖപ്പെടുത്തുമായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് നാം പരിഗണിക്കേണ്ടതാണ്.
അപ്പം ഇത്തരത്തിലുള്ള പല ഘടകങ്ങളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലുള്ള ശിഷ്യന്മാരുടെ വിശ്വാസം അത് സത്യസന്ധമായ ആത്മാർത്ഥമായ അവരുടെ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമായിരുന്നു എന്നുള്ളതാണ്. അവർ അവകാശപ്പെട്ട ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് നാം നേരത്തെ മനസ്സിലാക്കി അത് ഏതെങ്കിലും ഒരു കാഴ്ച കണ്ടത് മാത്രമല്ല, ശരീരത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആത്മാവിൻ്റെ ഒരു പ്രത്യക്ഷതയെക്കുറിച്ചല്ല ഉയർത്തെഴുന്നേൽപ്പ് എന്നതുകൊണ്ട് അവർ പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ ഒരാൾ വന്നു ഞങ്ങൾ കണ്ടു എന്നൊരിക്കലും ഒരാൾക്കും തെറ്റിദ്ധരിക്കാൻ സാധിക്കില്ല. ശിഷ്യന്മാരുടെ വിശ്വാസം, അതിനെക്കുറിച്ചുള്ള ബോധ്യത എന്ന് പറയുന്നത് തികച്ചും ആത്മാർത്ഥമായ ഉത്തമമായ ബോധ്യതയായിരുന്നു എന്നുള്ളത് ഈ അവരുടെ പീഡനം സഹിക്കാനുള്ള അവരുടെ തയ്യാറെടുപ്പും അതുപോലെ തന്നെ മരിക്കാനുള്ള അവരുടെ തയ്യാറെടുപ്പ്, അവരുടെ സന്നദ്ധത, അതുപോലെ തന്നെ അവരുടെ വിശ്വാസത്തിൽ, യഹൂദന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് വന്നിട്ടുള്ള ആ വ്യതിയാനം, അതുപോലെ തന്നെ ഒരിക്കലും ഒരു കള്ളസാക്ഷ്യം പറഞ്ഞ് ദൈവത്തിന് നിത്യജീവൻ പ്രാപിക്കുമെന്ന് ഒരിക്കലും യഹൂദൻ ചിന്തിക്കില്ല. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് അവരുടെ വിശ്വാസം ഉത്തമ ബോധ്യവും സത്യസന്ധവുമായൊരു വിശ്വാസമായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞു വന്ന കാര്യങ്ങളുടെ ഒരു ഓവർവ്യൂ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് സത്യാവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ മുൻപിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ആ ഓരോ ഓപ്ഷൻസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് അവശേഷിക്കുന്നത് ഏതാണ് എന്നൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആ ഒരു രീതിയിലുള്ളൊരു വിശകലനമാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ മുൻപിൽ നമ്മൾ തുടങ്ങി വന്നത് ശിഷ്യന്മാർ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവോ എന്ന് പ്രസ്താവിച്ചുവോ എന്നൊരു ചോദ്യമായിരുന്നു. അവർ ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെ അവർ പ്രസ്താവിച്ചെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ പ്രസ്താവിച്ചെങ്കിൽ ആ പ്രസ്താവനയുടെ അടിസ്ഥാനം എന്താണ്? 3 ഓപ്ഷൻസാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ കള്ളം പറഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് അറിയാമെങ്കിൽ പോലും അവർ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കള്ളം പറഞ്ഞു. മൂന്നാമത്തേത് അവർ പറഞ്ഞത് തന്നെയായിരുന്നു ചരിത്ര വസ്തുത, സാക്ഷാൽ യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ളത്. തെറ്റിദ്ധരിക്കപ്പെടാൻ ഉള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചില്ല എന്ന് പറഞ്ഞ സൂൺ തിയറി, അത് ചരിത്ര വസ്തുക്കളോട് നിലനിൽക്കുന്ന ഒന്നല്ല. രണ്ടാമത് നമ്മൾ കണ്ടത് ഹാലുസിനേഷൻ, ശിഷ്യന്മാർക്കെല്ലാം യേശു ക്രിസ്തു മടങ്ങി വന്നു, അവരോട് സംസാരിച്ചു, ഇടപെട്ടെന്ന രീതിയിലുള്ള ഒരു മിഥ്യാഭ്രമം ഉണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പ് ഹാലുസിനേഷൻ ഉണ്ടായിരുന്നു എന്ന തിയറി. അതും ചരിത്ര സയൻറ്റിഫിക് വസ്തുക്കളോട് ചേർന്ന് പോകുന്നില്ല നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടെന്താണ്? യേശുവിന് ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നു എന്ന രസകരമായ മറ്റൊരു സിദ്ധാന്തം. പിന്നെ നമ്മൾ കണ്ടത് യേശുവിൻ്റെ ശരീരം വേറെ എവിടെയോ മാറ്റിവെച്ചു, അതവരറിയാതെ, ആ ശരീരം കാണാതെ, അതിനാൽ അവൻ ഉയർത്തെഴുന്നേറ്റു എന്നൊരു വിചാരണ വന്നു. അല്ലെങ്കിൽ യേശുവിൻ്റെ കല്ലറ വേറൊരു കല്ലറയിൽ പോയി, യേശുവിൻ്റെ ശരീരം കാണാഞ്ഞാൽ അതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു എന്നൊരു സിദ്ധാന്തം എന്ന രീതിയിൽ അവർ ചിന്തിച്ചു എന്ന് പറഞ്ഞ സിദ്ധാന്തങ്ങൾ നമ്മൾ വിശകലനം ചെയ്തു. അതിനും ചരിത്രപരമായ ആധികാരികത ഒന്നുമില്ല നമ്മൾ കണ്ടു. ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് ശിഷ്യർ കള്ളം പറഞ്ഞതാണോ എന്നുള്ളത്. അതും നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയും നമുക്ക് ഡെപ്തി പോകാൻ സാധിക്കും. പക്ഷേ അതൊരു കീ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സ് കവർ ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ കള്ളം പറഞ്ഞു എന്ന സിദ്ധാന്തം മുന്നോട്ട് വെക്കാൻ യാതൊരു അടിത്തറയുമില്ല. സിദ്ധാന്തങ്ങൾ പിന്നെ മുൻപോട്ട് വെക്കാം, പക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ചരിത്ര വസ്തു നമ്മൾ നോക്കുമ്പോൾ പോസിബിലിറ്റീസ് അല്ല, പ്രോബബിലിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം പോസിബിളാണ് ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും എന്തോ ഒരു ഭ്രാന്ത് മൂലം ഇവർക്കൊന്നും നേടാനില്ല, ഒന്നും കൈവരിക്കാനില്ല, എന്നിട്ടും ഇവർ പേഴ്സിക്യൂഷന് നടുവിൽ ഇവർ യേശു ഉയർത്തെഴുന്നേറ്റ് എന്ന കള്ളം പറഞ്ഞു എന്നൊരു പോസിബിലിറ്റി ആയി നിലനിന്നേക്കാം. പക്ഷെ ഒരിക്കലും ചരിത്രപരമായിട്ട് മറ്റ് ചരിത്ര വസ്തുതകളെ ആരും നമ്മൾ നോക്കിക്കാണുന്ന പോലെ നോക്കിക്കാണുമ്പോൾ ഇതൊരു ചരിത്ര വസ്തുതയാണെന്ന് ഒരിക്കലും പ്രോബിലിറ്റി ബേസിസിൽ പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ നീക്കി മാറുമ്പോൾ അവശേഷിക്കുന്ന ഒരു ഓപ്ഷൻ സത്യം എന്ന്, അതായത് യേശു ക്രിസ്തു ശരിക്കും ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെയാണ്. ഈ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് നാം പറയുമ്പോൾ ഏത് യേശു ക്രിസ്തു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചു എന്നല്ല നമ്മൾ പറയുന്നത്, മറിച്ച് മിശിഹയാണ് എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് തൻ്റെ ന്യായാധിപ സംഘത്തിന് മുന്നിൽ നീ ദൈവപുത്രനായ ക്രിസ്തുവെങ്കിൽ പറയാമെന്ന് പറയുമ്പോൾ യേശു കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ വരുമെന്നാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ള ദൈവത്വത്തെക്കുറിച്ചുള്ള അവകാശവാദമായിരുന്നു. അപ്പോൾ താൻ മിശിഹയാണെന്നും ദൈവപുത്രനാണെന്നും അവകാശവാദം ഉന്നയിച്ച യേശു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത യേശു, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തു എന്നുള്ളതും ചരിത്രപരമായ ധാരാളം തെളിവുകളുള്ള ഒരു വസ്തുതയാണ്. നമ്മളതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ അത്തരത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തൊരു യേശു, മിശിഹയാണെന്ന് ദൈവത്തിനാണെന്ന് അവകാശപ്പെട്ട യേശു, പ്രവചനങ്ങൾ പൂർത്തീകരിച്ച യേശു, ഈ യേശു യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ, ആ മിശിഹ വരേണ്ടിയിരുന്ന സമയം, ആ സമയത്ത് വന്ന യേശു,
ആ യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിലാണ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രസക്തമാക്കുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ആ വിശ്വാസം രൂപീകരിക്കപ്പെട്ട ആ വസ്തുത, ആ ചരിത്ര സംഭവം, നമ്മൾ ഈ കണ്ടതനുസരിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ ചരിത്ര സംഭവം നടന്ന മതസാംസ്കാരിക പശ്ചാത്തലമാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റവും പ്രസക്തമാക്കുന്നത്. ആ യേശു ദൈവത്തിനാണെന്ന് അവകാശപ്പെട്ട, താൻ രക്തം ചിന്തുന്നത് അനേകരുടെ പാപമോചനത്തിന് വേണ്ടിയാണെന്ന് അവകാശപ്പെട്ട യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെങ്കിൽ ആ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളുടെ മേലുള്ള ദൈവിക സാക്ഷ്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ, സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതാണ് ചരിത്ര വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിന് ഒരാൾ തള്ളിക്കളയുന്നതിൻ്റെ കാരണം ഒരു ആൻറ്റി സൂപ്പർ നാച്ചുറൽ ബയസ്, അല്ലെങ്കിൽ ഒരു നാച്ചുറലിസം, അതായത് പ്രകൃതിദത്തമായിട്ട് കാണുന്നത്, ഈ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന നാച്ചുറൽ ലോകത്ത് കാണുന്നത് മാത്രമേ സംഭവിക്കത്തുള്ളൂ, അത് മാത്രമേ നടക്കുകയുള്ളൂ എന്ന ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉയർത്തെഴുന്നേൽപ്പിനെ അവർ പാടെ തള്ളിക്കളഞ്ഞത്. കാരണം ഉയർത്തെഴുന്നേൽപ്പ് തികച്ചും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, ടെനിഷ പറഞ്ഞ പോലെ ഒരു ഡിവൈൻ വിൻഡിക്കേഷനാണ്. യേശു പറഞ്ഞത് എല്ലാം സത്യമാണെന്ന് താൻ ദൈവദൂഷണം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതേ ദൈവം തന്നെ ഉയർത്തെഴുന്നേൽക്കുന്നത് തികച്ചൊരു റാഡിക്കൽ ഒരു വിൻഡിക്കേഷനാണ്. അപ്പോൾ വേറെ എന്തിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ഇവർക്ക് ഈ ഉയർത്തെഴുന്നേൽപ്പ് തള്ളിക്കളയാൻ സാധിക്കുമോ? ഇല്ല. നാച്ചുറലിസത്തിന്റെ ബേസിൽ മാത്രമാണ് അവർ തള്ളിക്കളയുന്നത്. അവിടെ യഥാർത്ഥത്തിൽ എത്രയോ തെറ്റായൊരു സമീപനമാണത്. അതായത് ഞാനൊരു കാര്യം, ഒരു അവകാശവാദത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് ഈ പറയുന്ന സാധ്യതകളെല്ലാം ഞാൻ പരിഗണിക്കാം. പക്ഷേ ആ അവകാശവാദത്തിൻ്റെ സെൻട്രൽ ക്ലെയിം സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ തീരുമാനിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കൊലപാതക കുറ്റം അന്വേഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രൈം സസ്പെക്റ്റ് ഉണ്ട്. ഞാൻ പറയുകയാണ് ഈ പ്രൈം സസ്പെക്റ്റാണ് കൊലപാതകം ചെയ്തതെന്നുള്ളത് ഞാൻ വിശ്വസിക്കത്തില്ല. അതിന് പ്രൈം സസ്പെക്റ്റ് ആവുന്നത് ദൃക്സാക്ഷികളെല്ലാം പറഞ്ഞതുകൊണ്ട് പ്രൈം സസ്പെക്റ്റ് ആയ ഒരു ആയാലും ഞാൻ വിശ്വസിക്കില്ല എന്നുള്ളത്. അതായത് എത്ര തെളിവ് ലഭിച്ചാലും ഇത് ഈ പ്രൈം സസ്പെക്റ്റ് ആണ് കുറ്റവാളി എന്നുള്ളത്, ഈ പ്രധാന കുറ്റവാളിയായിട്ട് കുറ്റാരോപിതനാണ് യഥാർത്ഥ കുറ്റവാളി എന്നുള്ളത് എത്ര തെളിവ് ലഭിച്ചാലും ഞാൻ വിശ്വസിക്കില്ല, ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു അന്വേഷണത്തിന് പുറപ്പെട്ടാൽ എനിക്ക് സത്യം കണ്ടെത്താൻ സാധിക്കും? തീർച്ചയായില്ല. അതാണ് ഈ നാച്ചുറലിസ്റ്റുകൾ ചെയ്യുന്നത്. കാരണം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധിച്ചിട്ടുള്ള ക്രിസ്തീയ അവകാശവാദങ്ങളുടെ വിശദീകരണങ്ങളായി മുന്നോട്ട് വെക്കാവുന്ന സാധ്യതകളിൽ നിന്ന് യേശു യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സാധ്യത കേസ് അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ മാറ്റിവെക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല. അത് എത്രയോ നമ്മൾ അങ്ങനെ ഒരു കുറ്റാന്വേഷകനെ നമ്മൾ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുമോ? നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു കുറ്റാന്വേഷകന്റെ കണ്ടെത്തലുകൾ നമ്മൾ നോക്കി നിഷ്പക്ഷമായൊരു അന്വേഷണമാണ് നമ്മൾ ഒരിക്കലും പറയുക. മാത്രമല്ല നാച്ചുറലിസം കംപ്ലീറ്റ്ലി ഫോൾസ് ആയിട്ടുള്ളൊരു ഐഡിയോളജി ആണെന്നുള്ളത് ദൈവാസ്തിക്യത്തിനുള്ള തെളിവുകളും ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ദൈവിക അത്ഭുതങ്ങൾക്കുള്ള തെളിവുകളും വളരെ കൃത്യമായിട്ട് നമുക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പം നാച്ചുറലിസം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിക്കപ്പുറം ഒന്നുമില്ല എന്നുള്ള വിശ്വാസം വളരെ ആധികാരികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഖണ്ഡിക്കപ്പെട്ടിട്ടുള്ളൊരു വീക്ഷണമാണ്. അന്ന് മാത്രമല്ല, ഒരു ചരിത്രാന്വേഷണം എന്നുള്ളതിൽ തന്നെ തികഞ്ഞും ഭോഷത്വപൂർണ്ണമായ ഒരു സമീപനമാണ്. ഞാൻ എല്ലാ സാധ്യതയും പരിഗണിക്കാം, പക്ഷേ പ്രധാനപ്പെട്ട അവകാശവാദത്തിന് എന്ത് തെളിവുണ്ടെങ്കിലും ഞാനത് അംഗീകരിക്കില്ല എന്നുള്ള ഒരു മുൻധാരണയോടുകൂടി ഒരു കാര്യം അന്വേഷിക്കുന്നത് അത് തികച്ചും തെറ്റായൊരു സമീപനമാണ്. അതുമാത്രമല്ല, ഉയർത്തെഴുന്നേൽപ്പിൽ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? കാരണം അത്ഭുതങ്ങൾ നടക്കത്തില്ല. എന്തുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നില്ല? കാരണം ഉയർത്തെഴുന്നേൽപ്പ് പോലും നടന്നിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു സർക്കുലർ റീസണിംഗ് ആണ് പലപ്പോഴും കാണുന്നത്. അതെ. അപ്പം ഇങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്ന കൺക്ലൂഷൻ, യേശുക്രിസ്തു ചരിത്രപുരുഷനായ യേശുക്രിസ്തു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ചരിത്ര വസ്തുതയാണ് എന്ന് നമ്മൾ എത്തി നിൽക്കുന്നു. അപ്പോൾ പ്രസക്തമായി വരുന്നൊരു ചോദ്യം, എന്താണ് ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവ സവിശേഷത? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് താൻ മറ്റുള്ള നിന്നും വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ചരിത്രപുരുഷനായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ തന്നെ, തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെ മാറ്റി നിർത്തിയത് തന്നെ നമ്മൾ മുമ്പത്തെ കഴിഞ്ഞ മാസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തൻ്റെ സ്വഭാവ സവിശേഷത തന്നെ വളരെ തികച്ചും ആകർഷണീയമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ഹിസ്റ്റോറിക്കൽ ബെഡ് റോക്ക് ബേസിസ് ഒരു ക്രിസ്തീയ വിശ്വാസം നൽകുന്നു. മറ്റൊരു വിശ്വാസത്തിനും മറ്റൊരു വിശ്വാസ സംഹിതയ്ക്കും ഒരു തത്വചിന്തയ്ക്കും നൽകാൻ പറ്റാത്ത ഒന്ന്, വെറും ആശയപരമായിട്ടുള്ള പ്രാബല്യം മാത്രമല്ല, ഒരു ചരിത്ര വസ്തുതയുടെ ചരിത്ര അടിസ്ഥാനത്തിൻ്റെ പിൻബലവും ക്രിസ്തീയ വിശ്വാസമുണ്ട്. ഈ മഹൽ വ്യക്തിയായ ക്രിസ്തുവിനെ പറ്റി ഫിലിപ്പ് ഷാഫ് അദ്ദേഹം രേഖപ്പെടുന്ന ഒരു പ്രശസ്തമായൊരു കൊട്ടേഷൻ ഉണ്ട്. അത് ഞാൻ അതിൻ്റെ മലയാള തർജ്ജമ അതിൻ്റെ മുഴുവനായിട്ട് ഞാൻ വായിക്കുന്നു. പണവും ആയുധവും ഇല്ലാതെ നസ്രയനായ യേശു മഹാനായ അലക്സാണ്ടർ, കൈസർ, മുഹമ്മദ്, നെപ്പോളിയൻ എന്നിവരെക്കാളും അധികം ലക്ഷ്യങ്ങളെ കീഴടക്കി. ശാസ്ത്രവും പഠിപ്പുമില്ലാതെ
മാനുഷികവും ദിവ്യവുമായ കാര്യങ്ങളെപ്പറ്റി മറ്റെല്ലാ തത്വചിന്തകരെയും പണ്ഡിതരെക്കാളും അധികം അവൻ പ്രബോധിപ്പിച്ചു. പഠിപ്പുരയുടെ നൈപുണ്യമില്ലാതെ അവന് മുൻപും ശേഷവും ആരും പറയാത്ത ജീവന്റെ വാക്കുകൾ പറഞ്ഞു. പ്രാസംഗികന്റെയും കവിയുടെയും പരിധിക്കപ്പുറമുള്ള പ്രതിചലനങ്ങൾ സൃഷ്ടിച്ചു. ഒരൊറ്റ വരി എഴുതാതെ പുരാതന കാലങ്ങളിലെയും ആധുനിക കാലങ്ങളിലെയും മഹാരഥന്മാരുടെ മുഴുവൻ വ്യൂഹത്തെക്കാളും അധികം പേനകൾ ചലിപ്പിച്ചു. അധികം സന്ദേശങ്ങൾക്ക്, പ്രഭാഷണങ്ങൾക്ക്, ചർച്ചകൾക്ക്, പുസ്തക സമാഹാരങ്ങൾക്ക്, കലകൾക്ക്, സ്തുതിഗാനങ്ങൾക്ക് പ്രമേയമൊരുക്കി. എന്താണ് ഈ ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കി നിർത്തുന്നത്? യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ ജയിച്ചുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. ആ ചരിത്ര വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശ്വാസത്തിൻ്റെ ആവിർഭാവം, അത് ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനം, യേശു ക്രിസ്തു തന്നെ ചെലുത്തിയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായി ബോധ്യമാകുന്നൊരു വസ്തുത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ക്രിസ്തീയ സന്ദേശം, സുവിശേഷം, അത് സത്യമാണ് എന്നുള്ളതാണ്. അതെ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷത്തിലുള്ള വിശ്വാസത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ആ വിശ്വാസം ഒരിക്കലും ഏതെങ്കിലും സാങ്കല്പികമായ ചിന്തകളുടെയോ കേവലം എന്തെങ്കിലും തത്വചിന്തയുടെയോ അടിസ്ഥാനത്തിലല്ല. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസമാണ്. ആ വസ്തുതയിലേക്ക്, ആ സുവിശേഷത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ വീണ്ടും മടങ്ങി വരും. ഈ വിശകലനങ്ങൾ തുടരുവാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തെപ്പറ്റി, ഈ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി, ഈ ക്രിസ്തു എന്ന യുഗപുരുഷനെ പറ്റി നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളുടെ സംശയങ്ങൾ നിവാരിക്കുവാനും നിങ്ങളുമായിട്ട് സംസാരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒളിഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ അവിടെ മാത്രം ഏകീകൃതമായിട്ട് നിൽക്കുന്ന, ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം മാത്രമല്ല, മറിച്ച് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളായ മരണം, പാവം, ലോകത്തിൻ്റെ തകർച്ചകൾക്കെല്ലാം പ്രതിവിധിയായി, മറുമരുന്നായി നിൽക്കുന്ന ദൈവത്തിൻ്റെ സൊല്യൂഷൻ തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അതാണ് ഇതിൻ്റെ പ്രസക്തി. നിങ്ങളത് നിഷ്പക്ഷമായിട്ട് വിശകലനം ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത ലക്കത്തിൽ കാണും വരെ വിരാമം.